രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വിജയിച്ചതിൽ ഏറ്റവും അധികം ആഹ്ലാദം നടത്തുന്നതും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും വിജയം ആഘോഷിക്കുന്നതും കോൺഗ്രസ്സുകാരെക്കാളും SDPIക്കാരാണ്. അവർ കോൺഗ്രസിൻ്റെ ഫലപ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡിംഗ് നിലനിർത്തുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ ആഹ്ലാദ പ്രകടനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ SDPIക്കാർ ആഹ്ലാദ പ്രകടനത്തിന് ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഏറ്റവും അധികം ഇപ്പോൾ ആഘോഷിക്കുന്നതും അതിൻ്റെ മേന്മ, അതിൻ്റെ നേട്ടം ഞങ്ങളുടേതാണ്. അവർ പത്രസമ്മേളനം നടത്തി 10-21,000 വോട്ട് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ SDPI പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ അവിടെ BJPയുടെ ഒരു സുവർണ അവസരമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP തോറ്റത് ഇപ്പോൾ BJPക്ക് സംസ്ഥാന തലത്തിൽ വലിയ ഗുണമുണ്ടാകും എന്നതാണ്. രണ്ട് തരത്തിലാണ് അതിൻ്റെ ഗുണമുണ്ടാകുന്നത്. ഒന്ന്, BJP ശുദ്ധീകരിക്കപ്പെടാൻ പോവുകയാണ് എന്ന ഒരു സന്ദേശം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് തീരുമാനങ്ങൾ കഴിയുമ്പോഴേ മനസ്സിലാവും എങ്ങനെ വരുമെന്നുള്ളത്. എന്തായാലും BJPക്കകത്ത് വല്ലാതെ ചർച്ച നടക്കുന്നുണ്ട്. ഒരു കേഡർ പാർട്ടി എന്നതിനേക്കാൾ ഉപരി കേഡർ പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളെക്കാൾ അല്പം കൂടെ അതിരുവിട്ടുകൊണ്ടുള്ള ചില ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും പരസ്യ അഭിപ്രായ പ്രകടനങ്ങളുമെല്ലാം ഇപ്പോൾ BJPയിൽ കേരള ഘടകത്തിൽ നടക്കുന്നുണ്ട്. അത് ഒരു കേഡർ പാർട്ടിയിൽ സംഭവിക്കുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ കാരണം BJPയിൽ ശുദ്ധീകരണ പ്രക്രിയ നടക്കേണ്ടതുണ്ട് എന്ന് BJP അണികൾ തന്നെ, പ്രാദേശിക നേതാക്കൾ തന്നെ നിശ്ചയിക്കുന്നു. അതുകൊണ്ട് ഈ പരാജയം അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ പാളിച്ച വന്നിട്ടുണ്ടെന്ന് തുറന്നു പറയുകയും പലരും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേഡർ പാർട്ടി എന്നുള്ള ആ സംവിധാനം മറന്നുകൊണ്ട് തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ BJP ശുദ്ധീകരിക്കപ്പെടുകയാണ്. പാലക്കാട് തോറ്റതുകൊണ്ട്, ജയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ശുദ്ധീകരണം പ്രക്രിയ നടക്കാൻ സാധ്യതയില്ലായിരുന്നു. ഒന്ന്. രണ്ട്, ഇപ്പുറത്ത് ഈ SDPIയും ജമാഅത്ത് ഇസ്ലാമിയും പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്തുവെന്നും ഞങ്ങൾ ആണ് അവരുടെ വിജയത്തിൻ്റെ പ്രധാന ശില്പികളെന്നും പറഞ്ഞ് അവകാശപ്പെട്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായി ഈ BJP അണികളിൽ കുറച്ച് ആവേശവും ശക്തിയും ഉണ്ടാക്കാൻ ഇത് പ്രേരകമാകും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം അത് BJPക്ക് മാത്രമല്ല, CPMന് പോലും ഇപ്പോൾ ആ ഒരു പ്രഖ്യാപനം, ഇവരുടെ ഈ SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പ്രഖ്യാപനം ഞങ്ങളാണ് വിജയത്തിൻ്റെ പ്രധാന ശില്പികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ കോൺഗ്രസ് അത് അങ്ങനെ അല്ല എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല, അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസിൻ്റെ വിജയമാണെന്ന് കോൺഗ്രസ് പറയുന്നുമില്ല. അപ്പോൾ കോൺഗ്രസ് ഇവരെ കൂടുതൽ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് അതിൽ നിന്നും ഒരു സന്ദേശം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനി ഈ മതവർഗീയ ശക്തികളുടെ, ആ തീവ്ര ശക്തികളുടെ പിന്തുണയോടുകൂടി മാത്രമേ കേരളത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു സൈഡിൽ മുസ്ലിം ലീഗ് ശക്തമായി നിൽക്കുന്നു. ആ മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് അവർക്ക് വളരെ ഗുണമുണ്ടായി എന്നത് കാണേണ്ടതുണ്ട്. കാരണം ആ ഒറ്റ പ്രഖ്യാപനം തന്നെയാണ് കോൺഗ്രസിനെ നയിക്കുന്നതും കോൺഗ്രസിൻ്റെ അജണ്ട തീരുമാനിക്കുന്നതും മുസ്ലിം ലീഗാണെന്ന് ഒരൊറ്റ പ്രഖ്യാപനം പിണറായി വിജയൻ നടത്തിയതിൻ്റെ ഉദ്ദേശം ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ട് LDFന് വരണം എന്ന ആഗ്രഹത്തിലാണ്, താല്പര്യത്തിലാണ്, ആ ഉദ്ദേശത്തിലാണ്. അത് നടക്കുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് ഒരുപാട് ഹിന്ദു വോട്ടുകൾ, UDFന് പോകേണ്ട വോട്ടുകൾ പലതും LDFന് വന്നു എന്നത് നിശ്ചയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് അടുക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ പശ്ചാത്തലത്തിൽ തങ്ങൾക്കെതിരെ രംഗത്ത് വരികയും തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് തങ്ങൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവായ തങ്ങൾക്കെതിരെ ആക്രമണം തുടങ്ങിയതും അന്ന് പറഞ്ഞ അതിൻ്റെ മറ്റൊരു പകർപ്പാണ്. അതായത് കോൺഗ്രസിൻ്റെ അജണ്ടകളെ നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് അന്ന് പറഞ്ഞതിൻ്റെ ഒരു പകർപ്പായിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് ഇപ്പോൾ SDPIയും ഈ ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ഞങ്ങളാണ് പ്രധാന ശില്പികളെന്ന് അവകാശപ്പെടുമ്പോൾ അതിനെ നിഷേധിക്കാതെ കോൺഗ്രസ് നിൽക്കുമ്പോൾ, കോൺഗ്രസ് എന്ന് പറയുന്നത് SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വർഗീയവാദികളുടെയും വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്നും ഇനി കേരളത്തിൽ അവരുടെ ഭരണമായിരിക്കും, കോൺഗ്രസിൻ്റെ ആയിരിക്കില്ല, കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരായിരിക്കും നടത്താൻ പോകുന്നത് എന്നുള്ള ഒരു പരാമർശം CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ
CPM-ന് അതുണ്ടാകുന്നതിനേക്കാൾ ഉപരി ഗുണം ചെയ്യുന്നത് അത് BJP-ക്കായിരിക്കും. കാരണം ഈ പ്രാവശ്യം CPM പാലക്കാട്ട് ഒരു ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് കാണേണ്ടതാണ്. ഒരു സാധാരണ കഴിഞ്ഞ ശ്രീധരന്റെ കാലത്ത് പോലും CPM ക്രോസ് വോട്ട് നടത്തിയിരുന്നു. കാരണം ശ്രീധരൻ ജയിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ BJP ജയിക്കാതിരിക്കാൻ കോൺഗ്രസ് ജയിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ക്രോസ് വോട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് ശശി തരൂരിന് കുറേ കാലമായി ക്രോസ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് CPM-കാര്. അതുപോലെ തന്നെ പാലക്കാട്ടും അത്തരത്തിൽ ക്രോസ് വോട്ട് നടന്നിരുന്നു കഴിഞ്ഞ. പക്ഷേ ഇപ്രാവശ്യം CPM ഒരു തരത്തിലും ഒരൊറ്റ വോട്ട് പോലും കോൺഗ്രസിന് ക്രോസ് വോട്ട് ചെയ്തില്ല. അങ്ങനെ ഞങ്ങളുടെ വോട്ട് കൊണ്ട് ഇനി കോൺഗ്രസ് ആരും ജയിക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ക്രോസ് വോട്ട് ചെയ്യാത്ത ഒരു സ്ഥിതി വരുമ്പോൾ BJP അവരുടെ വോട്ട്, അവരുടെ മൊത്തം വോട്ടും അവരെ പിടിച്ചു വരുമ്പോൾ ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസും മുസ്ലിം ലീഗും SDP-യും എല്ലാം ഒരു സൈഡിൽ ചേർന്നിരിക്കുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് BJP-ക്ക് ഉയർന്നു വരാൻ കഴിയും. എന്തായാലും ഈ പാലക്കാട്ടത്തെ BJP-യുടെ പരാജയം ഒരു കണക്കിന് ഒരു നല്ല സുവർണ അവസരമാണ് BJP-ക്ക് ഉണ്ടായിരിക്കുന്നത്. BJP ശുദ്ധമാകുന്നു, പാർട്ടിക്കകത്ത് സംഘടനാപരമായി ശുദ്ധമാകുന്നു. അതോടൊപ്പം അണികളെയും വോട്ടർമാരെയും കൂടുതൽ അടുപ്പിക്കാനും ഈ ഒരു ചേരിതിരിവ് ഗുണം ചെയ്യുകയും ചെയ്യും. അത് ശക്തമായിട്ട് പ്രചരണ രംഗത്ത് അവർക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ CPM അത്തരം പ്രചരണം നടത്തിയിരിക്കും. പക്ഷേ CPM-ന്റെ സംഘടനാ ശേഷി കൊണ്ട് ആ പ്രചരണം അവർക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ ഉപരി നല്ല പ്രചരണം ഈ കാര്യത്തിൽ BJP നടത്തുമെങ്കിൽ അവർക്കായിരിക്കും ഇതിൻ്റെ ഗുണം കൂടുതൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.